ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്ലാറ്റിൽ നിന്ന് വേറൊരു ഫ്ലാറ്റിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വാനിറ്റി ഓർഗനൈസിങ്ങും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് ഓർഗനൈസ് ചെയ്ത് വെച്ചപ്പോഴാണ് ഇന്ന് ഇത് ഒരു വീഡിയോ ആയി ചെയ്താലോ എന്ന് ആലോചിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം നമുക്ക് കാണാമല്ലേ. അപ്പം ഇതാണ് എൻ്റെ വാനിറ്റി. ഒരു മിറർ വരുന്നുണ്ട്, ഒരു ഡ്രസ്സിങ് ടേബിളാണ് ആക്ച്വലി. സോ ഇതിങ്ങനെ ഓപ്പൺ ആക്കിയാൽ ഇവിടെയാണ് ഞാൻ എൻ്റെ മേക്കപ്പ് ആൻഡ് സ്കിൻ കെയർ ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വിചാരിക്കുന്നത്. സോ ഞാൻ കുറച്ച് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഹെയർ കെയർ, അതേപോലെ എൻ്റെ സ്പ്രേ, അതേപോലെ സ്കിൻ കെയർസ്, അതൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് കുറച്ച് മേക്കപ്പ്, 1-2 ബാഗ്സ് ഞാൻ തുറന്നിട്ട് കുറച്ച് മേക്കപ്പ്സ് ഒക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന മേക്കപ്പ് മാത്രം ഇവിടെ വെക്കാം, ബാക്കി ഞാൻ ബാഗിൽ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിന് മുമ്പ് പറയാൻ വേണ്ട, ഇതിൻ്റെ ഈ ഓരോ ഓർഗനൈസർ ഞാൻ ടെമോന്ന് വാങ്ങിയതാണ്. പക്ഷേ ഇവിടെ മീഷോയിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇത് നമ്മളുടെ ബ്രഷൊക്കെ ഓർഗനൈസ് ചെയ്യാൻ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഴ്സാണ്. പിന്നെ ഇതൊക്കെ നമ്മളുടെ ആമസോണിൽ, മീഷോയിൽ ഒക്കെ അവൈലബിൾ ആണ്. ഇങ്ങനത്തെ ലിപ്സ്റ്റിക് ഹോൾഡേഴ്സൊക്കെ അവൈലബിൾ ആണ്. സോ അതൊക്കെ അവിടെ നിന്ന് വാങ്ങിയതാണ്. ആൻഡ് പാലറ്റ്സ്. സോ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ എന്തെങ്കിലും ലിപ്സ്റ്റിക്കോ കാര്യങ്ങളോ മേക്കപ്പിനെ കുറിച്ചോ സ്കിൻ കെയറിനെ കുറിച്ചോ ചെറിയ കാര്യങ്ങളും കൂടി പറയാം എന്നുള്ളത് കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഓർഗനൈസ് ചെയ്യാം. നല്ല ബാഗിലാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ മേക്കപ്പും സ്കിൻ കെയർസും എല്ലാം ഓർഗനൈസ് ചെയ്തിട്ട് പെട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ട്രാവൽ ബാഗ്സ് ആണ്. ഇതിലൊരു 6 or 7 പീസ് ഓഫ് ട്രാവൽ ബാഗ്സ് വരുന്നുണ്ട്. ഇത് ഞാൻ ടെമോന്ന് വാങ്ങിയതായിരുന്നു, ബട്ട് ഇവിടെയും മീഷോയിലൊക്കെ അവൈലബിൾ ആണ്. ഇത് നല്ലൊരു ഓർഗനൈസിങ് മെത്തേഡാട്ടോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാം. മേക്കപ്പോ സ്കിൻ കെയറോ ഡ്രസ്സുകളൊക്കെ ഓരോന്ന് ഓർഗനൈസ് ചെയ്തിട്ട് ഓരോ ഡ്രസ്സുകൾ ഓർഗനൈസ് ചെയ്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഴ്സ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. സോ എൻ്റെ കയ്യിലുള്ളൊരു ബാഗാണ്, ബിഗ് ബാഗാണ്. അതിലാണ് എൻ്റെ ഹെയർ കെയർസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലും കുറച്ച് ഹെയർ കെയറും അതേപോലെ നമ്മളുടെ ബാത്ത് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ലോണ്ട്രി പൗച്ച് അവൈലബിൾ ആണ്. ഇതിലാണ് ഞാൻ കുറേ ലിപ്സ്റ്റിക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ലോണ്ട്രി പൗച്ചസ് ഇതിൻ്റെ ഒരു 2 സൈസിൽ കൂടി വരുന്നത് എൻ്റെ കയ്യിലുണ്ട്. സോ അതാണ്. ഒന്ന് ഞാൻ തീരെ യൂസ് ചെയ്തിട്ടില്ല, ഒന്നിൽ ഞാൻ എന്തൊക്കെയോ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 5 or 6 പീസ് വരുന്ന ഒരു സെറ്റായിരുന്നു ഇത്. ഇതെനിക്ക് ടെമോന്ന് അന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതായിരുന്നു. പക്ഷേ ഇത് മീഷോയിൽ അവൈലബിൾ ആണ്. മീഷോൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ UAEയിലും മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ളവരാണെങ്കിൽ ടെമോൻ്റെ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സോ അതിൽ അധികം സ്കിൻ കെയർസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് വെച്ചാൽ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഇവിടെ വെക്കാം. സോ ഇത് ചാർമസിയുടെ, ഞാൻ ഇതിന് മുമ്പ് ഒരു ഹോൾ വീഡിയോയിൽ കണ്ടിരുന്നു. വൺ ഓഫ് ദ ഫേവറേറ്റ് ഫൗണ്ടേഷൻ ആട്ടോ. അടിപൊളി ഫൗണ്ടേഷനാണ്. ഈ ഒരു ഫൗണ്ടേഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത്യാവശ്യം കവറേജും ഉണ്ട്, നല്ലൊരു ഫിനിഷാണ്. കോമ്പിനേഷൻ സ്കിന്നിനും ഓയിലി സ്കിന്നിനും നോർമൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷനാണ്. എ ഗുഡ് ഫൗണ്ടേഷൻ ആൻഡ് അഫോർഡബിൾ ടു. സോ ഇത് ഞാൻ ഇവിടെ ഓർഗനൈസ് ചെയ്യാണ്. ലെറ്റ് മീ പ്ലേസ് ഇറ്റ്. സോ ഞാൻ ഫൗണ്ടേഷൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നൈക്കയുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, അതിവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, ഫൗണ്ടേഷൻസൊക്കെ ഇവിടെയാണ് വെക്കുന്നത്. ഇത് എൻ്റെ വേറൊരു ഫൗണ്ടേഷനാണ്, Forever 52ൻ്റെ ഫൗണ്ടേഷനാണ്, അതും ഇവിടെയാണ് വെക്കുന്നത്. ഫൗണ്ടേഷൻ കളക്ഷൻസൊക്കെ ഈ ഷാർലറ്റ് ടിൽബറിൻ്റെ ഫൗണ്ടേഷൻ അല്ല, ഒരു ഹോളിവുഡ് ഫ്ലോലെസ് ഫിനിഷ് പ്രൈമർ ആസ് വെൽ ആസ് എ ഹൈലൈറ്റർ. സോ ഇതിൽ കുറേ കൂടുകളൊക്കെയാണുള്ളത്. സോ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് ഇനി നമുക്ക് കുറച്ച് മേക്കപ്പ് സ്പഞ്ചസ് ഉണ്ട്. അതെന്തായാലും നിർബന്ധമാണ്, കാരണം പൗഡേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആവശ്യമാണ്. സോ അത് ഞാനിവിടെ വെക്കുന്നുണ്ട്.
പിന്നെ മെയിൻലി ആവശ്യമുള്ളത് ഈ ഒരു പ്രൈമർ വരുന്നുണ്ട്. ഈ പ്രൈമർ ഞാനിവിടെ വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഇത് ഓൾഡാണ്, ഇത് ന്യൂ ആണ്. അപ്പോൾ 2 പ്രൈമേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കുന്നുണ്ട്. സോ പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടാവുന്ന വേറൊരു മേക്കപ്പ് ബ്രഷാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടുനോക്കുക. അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. സോ ആ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മേക്കപ്പ് ബ്രഷാണ്, ഫൗണ്ടേഷൻ ബ്രഷാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതിൽ ഇനിയുള്ളത് ഈ ഒരു സ്പ്രേ ആണ്. ഇത് ഗിഫ്റ്റഡ് ആണ്. സോ ഇത് നൈക്കൻ്റെ ഗിഫ്റ്റായിരുന്നു കേട്ടോ. സോ ഇതും ഞാൻ എൻ്റെ സ്കിൻ കെയർ ഇതിൽ വെക്കുകയാണ്. സോ ഇപ്പോൾ മോഹിൻ്റെ 2 ഗിഫ്റ്റഡ് ആയിട്ടുള്ള സ്പ്രേ എൻ്റെ കയ്യിലുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഇപ്പം ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വെക്കുന്നത്. അത് ഞാൻ എടുത്തു വെക്കുകയാണ്, കാരണം ഇപ്പോൾ യൂസ് ചെയ്യുന്നത് മാത്രമാണ് ഞാനിവിടെ വെക്കുന്നുള്ളൂ. ഈ പൗച്ചിൽ നിറച്ച് മേക്കപ്പ്സ് ആണ് കേട്ടോ, നിറച്ച് മേക്കപ്പ്സ് ആണ്. മെയിൻലി ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇതിലധികം വരുന്നത്. സോ അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളിക്കണം നോക്കാം. ഫൗണ്ടേഷനാണ്, ഫെൻഡി ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് നല്ലൊരു സ്കിൻ ലൈക്ക് ഫൗണ്ടേഷനാണ്. പിന്നെ ഇതൊരു ഗ്രാൻഡ് ലിപ്സിൻ്റെ ഹൈഡ്രേറ്റിംഗ് ലിപ് പ്ലംബറാണ് കേട്ടോ. ഇത് ഞാനെപ്പോഴും ഹൈഡ്രേറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇത് ലിപ് വിപ്പ്, ഫേ ബ്യൂട്ടിയിലെ ലിപ് വിപ്പാണ്. അത്യാവശ്യം നല്ലൊരു ലിപ്സ്റ്റിക് ഫോമുലയാണ്, അഫോർഡബിൾ ആണ്, ഗുഡ് ഷെയ്ഡ് ടു. ഇതിൽ അത്യാവശ്യം നല്ല നല്ല ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ കയ്യിലുള്ളത് ഗ്രൈൻഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഇതിവിടെ വെക്കാൻ കഴിയില്ല. സോ ഐ വിൽ ബി പ്ലേസിങ് ഹിയർ. ഇത് ഷുഗറിൻ്റെ ഒരു ഹൈഡ്രേറ്റിംഗ് ലിപ്സും അതേപോലെ ട്രാൻസ്ഫർ ചെയ്യുന്ന ലിപ്സ്റ്റിക്കൊക്കെ ട്രാൻസ്ഫർ പ്രൂഫ് ആക്കാനുള്ളത് ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. ലെറ്റ് ഇറ്റ് ബി ദേർ. ഇത് ലിപ്പിൻ്റെ മോയ്സ്ചറൈസറാണ്, ബ്ലൂ ഹെവൻ്റെ. ഗുഡ് പ്രോഡക്റ്റ് ആൻഡ് വെരി അഫോർഡബിൾ ടു. ഇത് റെവലോണിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഐ വിൽ ബി പ്ലേസിങ്, ഐ തിങ്ക് യു ക്യാൻ സീ, ഇവിടെ വെക്കുന്നുണ്ട്. ആൻഡ് ഹുദ ബ്യൂട്ടിയുടെ കാക്കി ഹെയ്സ് പാലറ്റ്സ് രണ്ടും ഞാൻ ഇവിടെയാണ് വെക്കുന്നത്. ആൻഡ് ദിസ് എ ലിപ്സ്റ്റിക് ഫ്രം ജസ്റ്റ് ഹെർബ്സ്. ഷെയ്ഡിൻ്റെ നെയിം റേസിൻ റസ്റ്റ്. അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ്. ഒരു ബ്രൗൺ ടാൻ സ്കിൻ ടോണിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഷെയ്ഡാണ്. ഐ എം കീപ്പിംഗ് ഇറ്റ് ഹിയർ. പിന്നെ ഇതൊരു ലിപ് ടിൻ്റാണ് കേട്ടോ, ലിപ് ടിൻ്റാണ്. ഞാനിവിടെ വെക്കാം. പിന്നെ ഇത് ഒരു പെർഫ്യൂമാണ്, ട്രാവലിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമാണ്. ആൻഡ് ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ കറക്റ്ററാണ്. സോ ഐ എം കീപ്പിംഗ് ഇറ്റ് ഹിയർ. ആൻഡ് മൈ ഫേവറേറ്റ് കൺസീലർ, ഹുദ ബ്യൂട്ടിയുടെ കൺസീലറാണ്. ആൻഡ് ഇപ്പം ഞാൻ കറൻ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ പണ്ടത്തെ ഹിമാലയൻ്റെ കാജലാണ് കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമ്മൾ ഐബ്രോ പ്രോഡക്റ്റ്സ് ആണ്, ബെനിഫിറ്റിൻ്റെ ഐബ്രോ പ്രോഡക്റ്റ്സ് ആണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. സോ ഐ വിൽ ബി കീപ്പിംഗ് ഇറ്റ് ഹിയർ. ആൻഡ് പാറ്റ് മാക്ഗ്രാത്തിൻ്റെ ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. എന്താ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ട് അവരുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ആൻസറൊക്കെ പറഞ്ഞതിന് എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഇതിൻ്റെ 2 മസ്കാര എനിക്ക് അന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 ഉത്തരം പറഞ്ഞപ്പോൾ 2 കിട്ടി. ആൻഡ് ഇതാണ് രണ്ടാമത്തത്. ഇതിലൊന്ന് ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഞാൻ അധികം യൂസ് ചെയ്യാത്തതാണ്. ആൻഡ് ഇത് ഫേവറേറ്റ് ലിപ്പ് ഇഞ്ചക്ഷൻ ആണ്. ആൻഡ് ഐ വിൽ ബി പ്ലേസിങ് ഇറ്റ് ഹിയർ. ഇത് ഐ ഷാഡോ ആണ്, കെ ബ്യൂട്ടിയുടെ ഐ ഷാഡോ. ഇത് ന്യൂഡ് സ്റ്റിക്സിൻ്റെ ബ്ലഷാണ്. ഓക്കെ, ഐ വിൽ കീപ്പ് ഇറ്റ് ഹിയർ. ഇനി ഇതെനിക്കൊരു ഫ്രീ കിട്ടിയിട്ടുള്ള ഒരു ഐലൈനറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഇങ്ങനെ ഒരു ഷെയ്ഡാണ് കേട്ടോ, ലാവൻഡർ ഷെയ്ഡ്. ഇതും എനിക്ക് എന്തോന്ന് വാങ്ങിയപ്പോൾ ഇതിൻ്റെ അപ്പോൾ ഫ്രീ കിട്ടിയതായിരുന്നു. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്, ലാക്മേയുടെ ലിപ് മൂസ് ആണ്.
Okay, we place here. And ഇനി ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആവശ്യമുള്ളത് മാത്രം ഉണ്ട്. സിംഗിൾ ഐ ഷാഡോസ് ആണ് ഇതൊക്കെ ഞാനിവിടെ ഇത് സാധാ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഓർഗനൈസേഴ്സ് ആണ് കേട്ടോ. കിച്ചൺ ഓർഗനൈസേഴ്സ് ആണ്. ബട്ട് ഐ വിൽ യൂസ് ഇറ്റ് ഫോർ ദിസ് വൺ. ഇത് ബെനിഫിറ്റിൻ്റെ ഒരു ബ്രോ പ്രോഡക്റ്റ് ആണ്. അതിവിടെ വെക്കുന്നുണ്ട്. ഒരു ലിപ്സ്റ്റിക്കാണ്, ബ്രൗൺ ലിപ്സ്റ്റിക്കാണ്. ലൈനറൊക്കെ ആയിട്ട് ഞാനിതാണ് യൂസ് ചെയ്യാറ്. ആൻഡ് ഇത് ഷേവിങ്സിനൊക്കെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഒരു ബ്ലഷാണ്. ലെറ്റ് us keep it here. ഇത് ഹുദ ബ്യൂട്ടിൻ്റെ ഒരു സിൽക്ക് ബാമാണ്. ആൻഡ് ഇത് ഒരു ബ്രോ പ്രോഡക്റ്റും നൈക്കയുടെ ഒരു ഗ്ലാമറൈസ് ആണ്. ഇത് എനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ. മോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റും ഫ്രീ ആയിരിക്കും മിക്ക. അതൊക്കെ ഇവിടെ വെക്കുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ വെക്കാം. പിന്നെ എസൻസിൻ്റെ തന്നെ ബ്ലഷാണ്. പിന്നെ ഇത് ന്യൂ ആണ് കേട്ടോ. ലിപ്പ് ഇഞ്ചക്ഷൻ്റെ പുതിയതാണ്. പിന്നെ ബഹാമ മാമേൻ്റെ ബ്രോൺസർ ഉണ്ട്. അതേപോലെ കെ ബ്യൂട്ടീൻ്റെ ഒരു കൺസീലറും പിന്നെ യെല്ലോ ബ്രൈറ്റനറും ആണ്. സോ ഐ വിൽ കീപ്പ് ഇറ്റ് ഹിയർ ഐ തിങ്ക്. കാരണം വേറെ എവിടെയും ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. സോ ഐ വിൽ ബി കീപ്പിംഗ് ഇറ്റ് ഹിയർ. ആൻഡ് ഇത് ഒരു ഫ്ലോർമറിൻ്റെ ഒരു കോൺട്രാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ അതും കൂടി ഇതിവിടെ വെച്ചിട്ട് ലെറ്റ്സ് ക്ലോസ് ദിസ് വൺ. ഞാൻ ഏറ്റവും യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമാണ് വെച്ചിട്ടുള്ളത്. എനിക്കിഷ്ടമില്ലാത്ത ഷെയ്ഡ്സും ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്സൊക്കെ ഞാൻ ആ ബാഗിൽ തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്യുക. സോ അതിനെക്കുറിച്ച് പിന്നെ വീഡിയോ ചെയ്യാം. ചിലത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കൊടുക്കണം. എനിക്ക് ചെയ്യാത്ത ഷെയ്ഡ്സും കാര്യങ്ങളും ഗിഫ്റ്റ് കിട്ടിയതും അല്ലാത്തതും ഒക്കെ ഉണ്ട്. കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ട്. അത് ഞാൻ നാട്ടിൽ നിന്ന് അധികം യൂസ് ചെയ്യാത്ത ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്സ് ഉണ്ട്. അത് ഞാൻ യൂസ് ചെയ്യില്ല. അധികം ന്യൂഡ് ബ്രൗൺ ന്യൂഡ് ഷെയ്ഡ്സാണ്. ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് വരുന്നത്. സോ ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു മേക്കപ്പ് വാനിറ്റി കിടക്കുന്നത്. സോ ദിസ് ഈസ് ഇറ്റ്. ബൈ ബൈ. ത്ത പ്രോഡക്ട്സ് ഈ ഒരു ബാഗിലാണ് വെച്ചിട്ടുള്ളത്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ബാഗാണ്. സോ അധികം യൂസ് ചെയ്യാത്ത പ്രോഡക്ട്സും പിന്നെ എന്തെങ്കിലും മേക്കപ്പ് ട്യൂട്ടോറിയൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സാണ്. ഇത് ന്യൂ പ്രോഡക്ട്സ് ആണ്. ഗിഫ്റ്റഡും അതേപോലെ ഫ്രീ ആയിട്ട് കിട്ടിയ ഐറ്റംസൊക്കെയാണ് ഇതിലുള്ളത്. സോ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സൊക്കെ കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കറൻ്റ്ലി ആവശ്യമില്ല. പക്ഷേ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അധികം ഗിഫ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് അതിൽ. ചിലപ്പം എന്തെങ്കിലും വാങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയതൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നൈക്ക PR അയച്ചതായിരിക്കും. ആൻഡ് ഇതിലാണ് എൻ്റെ ഹെയർ ടൂൾസും മേക്കപ്പ് റിമൂവേഴ്സും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ അങ്ങനെയാണ് ഞാൻ മെയിൻലി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്.